ഹലോ എവരിവൺ, ഇന്ന് ഞാൻ നിങ്ങളൊരു സ്റ്റിച്ചിങ് ടൂളാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ടൂളിന്റെ പേര് ലൂപ്പ് ടേണർ എന്നാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡോറി ലോപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ നല്ല വശം പുറത്തേക്ക് മറിച്ചിടാൻ വേണ്ടി നമ്മൾ സൂചി നൂല് ഉപയോഗിച്ചിട്ടാണ് അത് നല്ല വശം പുറമേക്ക് മറിച്ചിടുന്നത്. അപ്പൊ അതിന് വേണ്ടി യൂസ് ചെയ്യാനുള്ള ഒരു ടൂളാണ് കേട്ടോ ഇത്. ഇതിന് 60 റുപ്പീസ് ആണ് റേറ്റ് വരുന്നത്. ഇതിനേക്കാൾ വലിയൊരു സൈസ് കൂടി വാങ്ങിക്കാൻ കിട്ടും. അതിന് എന്തായാലും ഒരു 100 റുപ്പീസിനടുത്ത് റേറ്റ് ഉണ്ടാവും. ഇതിന്റെ അറ്റം ഇതുപോലെ ഒരു ഹൂക്ക് പോലെയാണ് ഉള്ളത്. എന്നിട്ട് അതിന്റെ താഴെയായിട്ട് ഒരു സൂചി പോലെ ഒരു കൂർത്ത ഭാഗമുണ്ട്. അത് നമുക്ക് ഓപ്പൺ ആക്കുകയും ചെയ്യാം, ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ലൂപ്പ് ടേൺ ചെയ്യുന്നത് കാണിക്കാം. ഞാൻ 1 ഇഞ്ച് വിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ട് നേരെ പകുതിയാക്കിയതിനു ശേഷം 1/4 ഇഞ്ച് വിട്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലൂടെ ലൂപ്പ് ടേണർ കടത്തി വിടാം. അപ്പൊ ആ സൂചി പോലുള്ള ഭാഗം താഴോട്ടേക്ക് ആക്കിയിട്ടാണ് കേട്ടോ ഇതിനുള്ളിലൂടെ കടത്തി വിടേണ്ടത്. ഇപ്പൊ നമുക്ക് ഹൂക്കിന്റെ ഭാഗം പുറമേക്ക് കാണാം. എന്നിട്ട് കൂട്ടിയിരിക്കുന്ന ഭാഗം മെറ്റീരിയലിനുള്ളിലൂടെ ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് അത് ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യുന്ന പോലെ ചെയ്യാം. അതിനുശേഷം ഈ ലൂപ്പ് ടേണർ പുറത്തേക്ക് വലിച്ചെടുക്കാം. ഇത് പുറത്തേക്ക് വലിക്കുന്ന സമയത്ത് ഫസ്റ്റ് മെറ്റീരിയൽ ഇതുപോലെ ഇങ്ങനെ കുടുങ്ങിയ പോലെ നിൽക്കും. അത് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ലൂസാക്കി കൊടുക്കണം. അതിനുശേഷം പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഡോറി ലൂപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൂള് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ യൂസ്ഫുൾ ആണ്. പക്ഷെ ഈ 60 റുപ്പീസ് കൊടുത്ത് വാങ്ങിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. കാരണം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വല്ലപ്പോഴാണ് നമ്മൾ ഡോറി ലൂപ്സ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി മാത്രം 60 റുപ്പീസ് കൊടുത്തിട്ട് ഈ ഒരു ടൂള് വാങ്ങിക്കാമെന്നില്ല. നമ്മൾ സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ്. പിന്നെ സൂചിയും നൂലും എടുക്കുന്നില്ല എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കണേ.